ശിശിരം. രചന അവതരണം മിത്രവിന്ദ. സാറിന് ഇഷ്ടായോ? ഇതെങ്ങനുണ്ട് സാറേ? ഇതെടുത്തോ, എനിക്കിഷ്ടായി. നകുലം പറയുന്ന കേട്ട് അമ്മു പെട്ടെന്ന് അവനെ എതിർത്തു. ഇത്രയും വിലയുടെ സാരിയൊന്നും എനിക്ക് വേണ്ട നകുലേട്ടാ. ഒരു സിമ്പിൾ സാരി മതിയെന്നേ. ഇത് സിമ്പിളാടി, എടുത്തോളൂ. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. പറയുന്നതിനൊപ്പം നകുലൻ വേറെ 1-2 സാരികൾ കൂടി സെയിൽസ് ഗേളിനെ ചൂണ്ടിക്കാണിച്ചു. ഡാർക്ക് ഗ്രീൻ നിറമുള്ളത് ഒരെണ്ണം, കൂടി ഒരു മാമ്പഴം മഞ്ഞയും. നകുലേട്ടാ, ഞാൻ എവിടേക്കും പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ സാരിയൊക്കെ വാങ്ങുന്നേ? ഒരെണ്ണം മതിയെന്നേ. ആവശ്യം വരുമ്പോ നീ ഉടുത്താ മതി. തൽക്കാലം ഇതിരിക്കട്ടെ. മെറൂൺ കരയും കസവും ചേർന്ന ഒരു സെറ്റുമുണ്ട്. കൂടെ ബോട്ടിൽ ഗ്രീൻ നിറമുള്ള ഒരു കട്ടിക്കര സെറ്റ്. പിന്നെ ഈ 3 സൽവാറ്. സാറിന് ഈ ഷർട്ട്, കുർത്ത, മുണ്ടുകൾ. ബില്ലിംഗ് സെക്ഷനിൽ ചെല്ലും മുന്നേ ഒന്നൂടെ എല്ലാം ചെക്ക് ചെയ്യുകയാണ് കൂടെയുള്ള പെൺകുട്ടി. നകുലൻ ഓക്കെ പറഞ്ഞതും അവർ ബില്ലിങ്ങിലേക്ക് നടന്നു. ഏട്ടാ, എന്തിനാ വെറുതെ പൈസ കളയുന്നേ? എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ലായിരുന്നു. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മു അവനോടായി പരിഭവം പറഞ്ഞു. ആ ഇരിക്കട്ടെ പെണ്ണേ, ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയോൻ ആദ്യമായിട്ട് വാങ്ങി തരുന്നതല്ലേ. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി നകുലൻ ചിരിയോടെ തുടർന്നു. നേരം ഒരുപാടായല്ലോ, ഇന്നിനി പുറത്തുനിന്ന് കഴിക്കാം അല്ലേ അമ്മു? അതൊന്നും വേണ്ട നകുലേട്ടാ, ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. അതിനെന്താ, അതെല്ലാം എടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചോ. ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. വേണ്ട നകുലേട്ടാ, ഇപ്പൊ തന്നെ ഒരുപാട് പൈസയായില്ലേ. മതി, തിരിച്ചു പോയേക്കാം. സാരമില്ലടി, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ചെറിയ ഒരു വഴിയിലൂടെ നകുലൻ തന്റെ കാർ ഓടിച്ചു പോയിക്കൊണ്ടേയിരുന്നു. ഇതെവിടേക്കാ നകുലേട്ടാ? പേടിയാവുന്നു. അമ്മ ഒന്ന് മുഖം ചിരിച്ചു നോക്കിയതും നകുലൻ പൊട്ടിച്ചിരിച്ചു. പേടിക്കൊന്നും വേണ്ട, 5 മിനിറ്റ്, അതിനുള്ളിൽ നമ്മളെത്തും. അമ്മു ഇരുവശത്തേക്കും മാറി മാറി നോക്കുന്നുണ്ട്. അവിടെവിടെയായി ഓരോ വീടുകൾ കാണാം, അത്രമാത്രം. കുറച്ചു കഴിഞ്ഞതും ഏറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അമ്മു കണ്ടു. ഓ, നല്ല തിരക്കാണല്ലോടി. അവന്റെ പിന്നാലെ മുന്നോട്ട് നടക്കുമ്പോൾ അമ്മുവിന് ആകെ ഒരു പേടി പോലെ. പെട്ടെന്ന് അവൾ നകുലന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. ആദ്യമായിട്ടാണ് അവളിൽ നിന്നും അങ്ങനൊരു നീക്കം. ഒരു വേള നകുലിനും ഒന്ന് അത്ഭുതപ്പെട്ടു. എന്താടി പെണ്ണെ? പെട്ടെന്ന് അവൻ ചോദിച്ചു. നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ മുഴുവൻ ആളാണല്ലോ. എല്ലാം ഫാമിലിയാടി, നീ പേടിക്കാതെ വാ. മൂൺസൈറ്റ് എന്നെഴുതിയ ഒരു റെസ്റ്റോറന്റ് ആയിരുന്നത്. ഒരു തരത്തിൽ അമ്മുവും നകുലനും അവിടേക്ക് കയറി. എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളുടെ മണം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. മണം പിടിച്ചുകൊണ്ട് അവൾ നകുലനെ മുഖം തിരിച്ചു നോക്കി. നാവിലിപ്പോ കപ്പൽ ഓടിക്കാൻ പറ്റും ഇല്ലേ അമ്മൂസേ? അവൻ ചോദിച്ചതും അമ്മു തലകുലുക്കി. സത്യമായിരുന്നു, അവൾക്ക് ആ മണമൊക്കെ ശ്വസിച്ചിട്ട് കൊതി വന്നു പോയിരുന്നു. നെയ്ച്ചോറും ബീഫ് മസാലയും, പിന്നെ ആവോലി ചുട്ടത്, അയില പൊള്ളിച്ചത്, കൊഞ്ചുപെരട്ട് കൂടി എടുത്തു. നകുലൻ ഓർഡർ കൊടുക്കുന്ന കേട്ടപ്പോൾ അമ്മു അന്താളിച്ചു പോയി. എന്തിനാ നകുലേട്ട ഇതെല്ലാം കൂടി? ഈ രാത്രിക്ക് ഇത്ര ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുമോ? കുറച്ചു പോരെ? നീ കണ്ടോ മോളെ, ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ട് എത്തിക്കോട്ടെ. അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്ന ശേഷമാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എത്തിയത്. നെയ്ച്ചോറ് കണ്ടപ്പോൾ തന്നെ അമ്മുവിന്റെ കിളിപോയ അവസ്ഥയായിരുന്നു. നകുലനായിരുന്നു അവൾക്ക് വിളമ്പിക്കൊടുത്തത്. ഇത് മുഴുവനും ഞാൻ കഴിക്കില്ല നകുലേട്ടാ, കുറച്ചു മതിയെന്നേ. അമ്മു അവനെ വിലക്കിയെങ്കിലും അത് കാര്യമാക്കാതെ നകുലൻ അവളുടെ പ്ലേറ്റിലേക്ക് പിന്നെയും ഇട്ടുകൊണ്ടേയിരുന്നു. കഴിച്ചു തുടങ്ങിയ ശേഷമാണ് നകുലൻ പറഞ്ഞത് എത്ര ശരിയാണെന്ന് അമ്മു ഓർത്തത്. എല്ലാം വളരെ രുചികരമായ വിഭവങ്ങൾ. ആവശ്യത്തിന് എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്ത് ആവോലി ചുട്ടതായിരുന്നു അവൾക്ക് കൂടുതൽ ഇഷ്ടം. പതിയെ ആസ്വദിച്ചിരുന്നാണ് ഇരുവരും കഴിച്ചു തീർത്തത്. അവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക
ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരം 11 മണിയൊക്കെ കഴിഞ്ഞു. വന്ന പാടെ അമ്മു മേല് കഴുകാനായി കയറി. നകുലൻ അപ്പോഴേക്കും ഇരുന്ന ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. വാതിലും ജനലുമൊക്കെ കൊട്ടിയടച്ച് അവൻ മുറിയിലെത്തിയപ്പോൾ അമ്മു സാരിയും ചുരിദാറുമൊക്കെ എടുത്ത് അലമാര തുറന്നിട്ട് വെക്കുന്നത് അവൻ കണ്ടു. ഒരു ടവലെടുത്ത് തോളത്തിട്ടിട്ട് നകുലൻ വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങി വന്നപ്പോൾ അമ്മു കസേരയിലിരുന്ന് ഉറങ്ങുന്നു. അവൻ ചെന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിക്കളഞ്ഞ് കൊട്ടി വിരിച്ചു. തലയുടെയൊക്കെ നേരെ വെച്ചു. എന്നിട്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒന്ന് പൊക്കി എടുത്തുകൊണ്ടുവന്ന് കിടത്താമെന്ന് കരുതി കുനിഞ്ഞതും അമ്മു കണ്ണു തുറന്നതും ഒരുമിച്ചായിരുന്നു. എന്താ നകുലേട്ടാ? അവൾ ചാടി എഴുന്നേറ്റു. ഓ, ഒന്നുമില്ല പെണ്ണേ, നീ ഉറങ്ങിക്കോട്ടെ. എടുത്തിവിടെ കൊണ്ടുവന്ന് കിടത്താമെന്ന് കരുതി വന്നതാ. പക്ഷെ ഉറക്കത്തിലും വല്ലാത്ത ബോധമല്ലേ നിനക്ക്? ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് നകുലൻ പറഞ്ഞപ്പോൾ അമ്മു വന്ന് കിടന്നു കഴിഞ്ഞിരുന്നു. നകുലന്റെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് അമ്മു ജീവിച്ചു പോന്നപ്പോൾ മേടയി തറവാട്ടിൽ ലഹള പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. അത്രയും കാലം എല്ലാവരും ഒരു കുടക്കീഴിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നതാണ്. പക്ഷെ മീനാക്ഷിയുടെ തന്റെയുടെ അഹങ്കാരവും കൂടി കൂടി വന്നപ്പോൾ ശ്രുതിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കിച്ചനും അവളുടെ ഒപ്പം ചേർന്നപ്പോൾ ഗിരിജ ഏറെ വിഷമിച്ചു. മീനാക്ഷിയുടെ പക്ഷം ചേർന്ന് ഗിരിജ ശ്രുതിയെ വഴക്കു പറഞ്ഞതും കിച്ചൻ അമ്മയോട് വഴക്കുണ്ടാക്കി. എന്റെ ദൈവമേ, ഇന്നേ വരയ്ക്കും എന്നോടൊരു വാക്കുപോലും എതിർത്തു പറയാത്ത ചെക്കനാ അമ്മയെന്ന് തികച്ചു വിളിക്കാതെ നടന്ന നീയ. ഇങ്ങനൊക്കെ എതിർത്തു പറയാറായി അല്ലടാ? നീ എങ്ങനെ മാറിപ്പോയി മോനെ? കണ്ണും മൂക്കും പിഴിഞ്ഞുകൊണ്ട് അവർ ചോദിച്ചതും കിച്ചൻ അമ്മയെ ഒന്ന് കലിപ്പി നോക്കി. ഈ നിൽക്കുന്ന മീനാക്ഷിയെപ്പോലെ തന്നെ ഇവളും അമ്മയുടെ മരുമകളാണ്. വേർതിരിവ് കാണിച്ചതും എതിർത്തു പറയുന്നതുമൊക്കെ എന്റെ അമ്മ തന്നെയാ, അല്ലാതെ ഞാനോ ഇവളോ അല്ല. മീനാക്ഷിയുടെ വാക്കും കേട്ട് അമ്മ തുള്ളാൻ നിന്നാലേ അവസാനം അമ്മയുടെ ഗതി അധോഗതിയാകും. അതിന് യാതൊരു മാറ്റവുമില്ല. അവൻ കടുപ്പിച്ചു പറയുന്ന കണ്ടതും മീനാക്ഷി ദേഷ്യത്തെ പല്ലിറുമി. ഞാൻ ഒരുപാട് തവണ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ മുന്നിൽ മറ്റൊരു മാർഗമുണ്ട്. അതേയുള്ളൂ ഒരേയൊരു മാർഗവും ആശ്വാസവും. ശ്രുതി, നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. താൻ ഇത് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന അമ്മയാണ് കിച്ചൻ പ്രതീക്ഷിച്ചതെങ്കിലും ഗിരിജ പക്ഷേ പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. ആ, മാറുന്നതൊക്കെ നല്ലത് തന്നെയാ. അല്ലെങ്കിലും ചേട്ടനും അനിയനും കൂടി ഒരു വീട്ടിൽ അത് പറ്റില്ലടാ. പിന്നീട് വലിയ വഴക്കാകും. പല വീട്ടിലെയും കാര്യം എനിക്കറിയാം. അതുകൊണ്ടാ മോളെ. എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ അമ്മ അരികിൽ നിന്ന് മീനാക്ഷിയോട് പറയുന്ന കേട്ട് കിച്ചൻ തന്റെ മുറിയിലേക്ക് നടന്നു. ഉടനെ എങ്ങോട്ടും പോവണ്ട കിച്ചേട്ടാ, കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ മുറിയിലേക്ക് വന്നപ്പോൾ ശ്രുതി സാവധാനം പറഞ്ഞു. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ. ഇനി പിന്നീട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ. കിച്ചൻ താൻ ഇട്ടിരുന്ന ഷർട്ട് ഊരിമാറ്റി വേറൊരെണ്ണം ധരിച്ചു. എന്നിട്ട് നേരെ അലമാര തുറന്നു. കിച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേട്ടേ. ശ്രുതി അവന്റെ തോളി പിടിച്ചു കുലുക്കി. ഇനി ഇവിടെ തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അമ്മ പറഞ്ഞത് നീയും കേട്ടില്ലേ? അത്രയ്ക്ക് അന്തസ്സില്ലാത്തവനല്ലടി കിച്ചൻ. കുറച്ച് ഷർട്ടും പാൻറ്റുമൊക്കെ എടുത്ത് കിച്ചൻ ബാഗിലേക്ക് തള്ളിക്കയറ്റി. നിന്റെ സാധനങ്ങളൊന്നും ഇല്ല എടുക്കാൻ, അതോ? അവൻ അല്പം ദേഷ്യത്തിൽ ശബ്ദമുയർത്തിയതും ശ്രുതി കരഞ്ഞുകൊണ്ട് തുണികളൊക്കെ എടുത്തു മടക്കി. സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഉണ്ടോ? ആ, അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്ക്. ഇനി ഒരു മടങ്ങിവരവുണ്ടാവില്ല. കിച്ച, പുറത്തുനിന്നും യദുവിന്റെ വിളിയൊച്ച. പാതി ചാരിയ വാതി തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി വന്നു. ആ, എന്താടാ, നീ ഇന്ന് നേരത്തെ വന്നോ? കിച്ചൻ പിന്തിരിഞ്ഞവനെ നോക്കി. ഇതെങ്ങോട്ടാ രണ്ടാളും കൂടി? എല്ലാം പെറുക്കിക്കെട്ടുവാണോ? ബാഗും മറ്റോരോ സാധനങ്ങളും കൂടി നിരന്നിരിക്കുന്ന കണ്ടുകൊണ്ട് യദു നെറ്റി ചൊളിച്ചു. പോയേക്കാം യദു.
ഇനി ഇവിടെ തുടർന്നാൽ അത് ശരിയാവില്ല. ഇതെന്തൊക്കെയാ നീ പറയുന്നേ? എന്ത് ശരിയാവില്ലെന്ന്? ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ. നീ വന്നേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട് വിട്ടിറങ്ങി പോവാ? സാരമില്ലടാ. നമ്മുടെ രണ്ടാളുടെയും കുടുംബജീവിതം തകരാതിരിക്കാൻ ഞാൻ ഇറങ്ങിയാൽ അങ്ങനെ കരുതിയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ മിണ്ടാട്ടം അതുകൂടി ഇല്ലാതാകും. ഡാ, മീനാക്ഷിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതെനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞതുമാ. ഇനി അനുസരിച്ചില്ലെങ്കിൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ടടാ, ഇനി ഇതിന്റെ പേരിൽ രണ്ടാളും കൂടി ഒരു വഴക്കിനും പോകണ്ട. ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ നേരെയാവും. പറയുന്നതിനൊപ്പം കിച്ചൻ തന്റെ ബാഗെടുത്ത് തോളിലിട്ട് പുറത്തേക്കിറങ്ങി. ഡാ, നീ ഇതാരെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാക്കിച്ച? ഞാൻ പറയുന്ന കേട്ടേ. പിന്നാലെ നടന്ന് ഏതോ ഓരോന്ന് പറഞ്ഞെങ്കിലും കിച്ചൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. അവർ രണ്ടാളും ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഗിരിജ ഒരു അക്ഷരം മിണ്ടാതെ താടിക്ക് കൈയും കൊടുത്ത് കസേരയിലിരിപ്പുണ്ട്. അമ്മേ. കിച്ചനെ വിളിച്ചകത്തേക്ക് കയറ്റിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. യദു അമ്മയെ നോക്കി ദേഷ്യപ്പെട്ടു. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. യദുവിന്റെ തോളിലൊന്ന് തട്ടിയിട്ട് കിച്ചൻ മുറ്റത്തേക്കിറങ്ങി. ശ്രുതിയാണെങ്കിൽ ഗിരിജയെ നോക്കി. പക്ഷെ അവർ മുഖം വെട്ടിത്തിരിച്ചു. മീനാക്ഷി അവിടെയൊന്നും കണ്ടതുമില്ല. ബൈക്ക് അകന്നു പോകുന്നു നോക്കി യദു ഉമ്മറത്തെ തോണിപ്പിടിച്ച് നിന്നു. അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി വന്നു. പോട്ടടാ, പെണ്ണുമ്പിള്ളയുടെ വാക്കും കേട്ട് പോയിട്ട് വരട്ടെ. സമാധാനം ആകുന്നെങ്കിൽ ആവട്ടെ. പൊറുതിക്ക് പോയതല്ലേ, പോയി ജീവിക്കട്ടെ. യദു കരയുന്ന കണ്ടതും ഗിരിജ മകന്റെ അടുത്തേക്ക് വന്നു. മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. നിങ്ങളെപ്പോലെ ഒരു ദുഷ്ടയായ സ്ത്രീയെ, കൊടിയ വിഷമാ നിങ്ങൾ. മക്കളെ വേർതിരിച്ച് കാണാനേ നിങ്ങൾക്കറിയൂ. ആ ശ്രുതി, അവൾ എത്ര നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് എല്ലാ ജോലിയും തീർത്ത ശേഷമാ ആ പാവം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവൾക്കിത്തിരി സഹായം ചെയ്തു കൊടുക്കാൻ അമ്മയെങ്കിലും ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്നീ വീട് വിട്ട് കിച്ചൻ ഇറങ്ങില്ലായിരുന്നു. അതെങ്ങനാ? പണ്ട് മുതലേ അമ്മയുടെ സ്വഭാവം ഇങ്ങനല്ലേ? അമ്മ അനങ്ങാക്കള്ളിയാ. അമ്മൂനെ ഇട്ട് പണിയിച്ച്. അവളൊരു പാവമായകൊണ്ട് അമ്മയുടെ കുരുട്ടുകുത്തി മനസ്സിലായില്ല അതിന്. പക്ഷേ എല്ലാരും അമ്മൂനെ പോലല്ല. കിച്ചൻ എത്ര വട്ടം അമ്മയോട് പറഞ്ഞു ഇവിടെ വേർതിരിവ് കാണിക്കരുതെന്ന്. എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. ഒടുക്കം എന്തായി? അവന് ഇഷ്ടമുണ്ടായിട്ട് പോയതല്ലമ്മേ. അത്രമാത്രം നെഞ്ചു പൊട്ടിയാണ് ആ പാവം പടിയിറങ്ങിയത്. കിതച്ചുകൊണ്ട് യദു അമ്മയെ നോക്കി ഉച്ചത്തി പറഞ്ഞു.